ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. അപ്പോൾ നമുക്കിന്ന് പ്രാക്ടീസ് തുടങ്ങാം. അപ്പോൾ പ്രത്യേകം പറയട്ടെ, ഇത് ഇൻ്റർമീഡിയറ്റ് ലെവലുകാർക്കുള്ള ക്ലാസ്സാണ്, ബിഗിനേഴ്സിനുള്ള ക്ലാസ് അല്ല. ഇതിൽ ഇംഗ്ലീഷ് സെൻറ്റൻസ്, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് സെൻറ്റൻസ് മാത്രമേ പറയുള്ളൂ, അതിൻ്റെ മലയാളം പറയില്ല. അപ്പോൾ ബിഗിനേഴ്സിന് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഇതുവരെയുള്ള ക്ലാസ് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ട് വേണം ഈ പുതിയ ക്ലാസ് കാണാൻ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഇൻ്റർമീഡിയറ്റ് ലെവലുകാർക്കുള്ള ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ പ്രാക്ടീസ് തുടങ്ങാൻ പോവുകയാണ്. പഠിക്കാൻ പോകുന്ന കണക്ടർ, അതായത് ഇതിന് മുമ്പ് ഞാൻ ക്ലാസ് ഇട്ടിട്ടുള്ളതാണ്, എന്നാലും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന, നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന കണക്ടർ ദാറ്റ് ആണ്. ഈ ഒരൊറ്റ വേർഡ് മതി നമ്മൾ ഇംഗ്ലീഷിലെ ഏത് ലോങ് സെൻറ്റൻസ് വേണമെങ്കിലും ഇടാനായിട്ട്. ഈ ദാറ്റ് എന്നുള്ള ഒരൊറ്റ വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് ലോങ് സെൻറ്റൻസ് പറയാൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കണക്ടറാണ് ദാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദാറ്റ് എന്ന കണക്ടർക്ക് ഒരുപാട് തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗങ്ങളെല്ലാം നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഈ ദാറ്റ് എന്നുള്ള കണക്ടർ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദാറ്റ് ഉപയോഗിക്കുന്നത് ആദ്യം ഒരു വേർബിന് ശേഷം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയേർഡ്. ഷീ സെഡ്, അവൾ പറഞ്ഞു. എന്താണ് അവൾ പറഞ്ഞതെന്നാണ് പിന്നെ ദാറ്റ് വെച്ച് നമ്മൾ പറയുന്നത്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയേർഡ്. അപ്പോൾ അവൾ ക്ഷീണിതയായിരുന്നു എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷീ സെഡ് ഏത് ടെൻസിലാണോ നമ്മൾ വെക്കുന്നത് ആ ടെൻസിൽ തന്നെയാണ് ദാറ്റ് കഴിഞ്ഞും വെക്കേണ്ടത്. അപ്പോൾ ഷീ സെഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ദാറ്റ് കഴിഞ്ഞും പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ വെക്കേണ്ടത്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയേർഡ്. അടുത്തത് നമുക്ക് ഒരു പ്രസൻറ്റിൽ നോക്കാം. അപ്പോൾ ഐ നോ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഐ നോ ദാറ്റ് ഹീ ഈസ് ഹോണസ്റ്റ്. അപ്പോൾ ഇവിടെ അവൻ സത്യസന്ധനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് രണ്ടും പ്രസൻറ്റിലാണ് വെച്ചത്. അപ്പോൾ ദാറ്റിന് മുമ്പ് ഏത് ടെൻസ് ആണോ അത് തന്നെ ദാറ്റിന് ശേഷവും വെക്കുക. ഐ നോ ദാറ്റ് ഹീ ഈസ് ഹോണസ്റ്റ്. ഇനി ഹീ തിങ്സ്, അതും പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പ്രസൻറ്റ് ടെൻസ് തന്നെ ആവണം. ഹീ തിങ്സ് ദാറ്റ് ഐ ആം ആംഗ്രി. ഞാൻ ദേഷ്യത്തിലാണെന്ന് അവൻ കരുതുന്നു. ഹീ തിങ്സ് ദാറ്റ് ഐ ആം ആംഗ്രി. ഇങ്ങനെയാണ് ഒരു വേർബ് ഉപയോഗിക്കുമ്പോൾ ദാറ്റ് വെക്കുന്നത്. അതായത് ഒരു വേർബിന് ശേഷം ദാറ്റ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് പറയേണ്ടത്. ഇനി നമുക്ക് ഒരു അഡ്ജക്റ്റീവായിട്ട് പറയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അഡ്ജക്റ്റീവ് പറയുമ്പോൾ ആ അഡ്ജക്റ്റീവിന് ശേഷം ദാറ്റ് വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ നമ്മൾ ഈ ടെൻസ് നോക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഐ ആം ഹാപ്പി ദാറ്റ് യു കെയിം. അപ്പോൾ ഇവിടെ ഞാൻ സന്തോഷവാനാണ്. എന്തിലാണ് സന്തോഷിക്കുന്നത്? ദാറ്റ് യു കെയിം, നീ വന്നതിൽ. അവിടെ നമ്മൾ ദാറ്റ് വെച്ചിട്ടുള്ളത് ഒരു കൺജങ്ഷനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളവിടെ ടെൻസ് നോക്കിയിട്ടില്ല. ഐ ആം ഹാപ്പി എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. പക്ഷേ ദാറ്റ് യു കെയിം, നീ വന്നതിൽ. അപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് പറയുന്നത്. ഐ ആം ഹാപ്പി ദാറ്റ് യു കെയിം. ഐ ആം ഹാപ്പി ദാറ്റ് യു കെയിം. അപ്പോൾ ഇവിടെ ടെൻസ് നോക്കേണ്ട ആവശ്യമില്ല. അത് ഈ അഡ്ജക്റ്റീവ് വെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ടെൻസ് നോക്കാതെ ഇങ്ങനെ ഹാപ്പി, അതുപോലെ സാഡ്, സർപ്രൈസ്ഡ്, എക്സൈറ്റഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ടെൻസ് നോക്കാതെ നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും ദാറ്റ് വെക്കുമ്പോൾ ടെൻസ് നോക്കണം. ഐ ആം ഹാപ്പി ദാറ്റ് യു കെയിം. ഇനി അടുത്തത് ശ്രദ്ധിക്കൂ. ഷീ വാസ് എഫ്രൈഡ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. ദാറ്റ് ഷീ മൈറ്റ് ഫെയിൽ. വാസ് എഫ്രൈഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഷീ വാസ് എഫ്രൈഡ് ദാറ്റ് ഷീ മൈറ്റ് ഫെയിൽ. അപ്പോൾ ഇവിടെ ഷീ മൈറ്റ് ഫെയിൽ എന്ന് വെച്ചത് ഷീ വാസ് എഫ്രൈഡ്. ഇവിടെ ഷീ വാസ് എഫ്രൈഡ് അവിടെ നമ്മൾ പാസ്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് അവൾ ഭയപ്പെട്ടു. എന്തിനാണ് ഭയപ്പെട്ടത്? ദാറ്റ്, എന്താണ് കാര്യം എന്നാണ് പിന്നെ ദാറ്റ് കഴിഞ്ഞ് പറയുന്നത്. ദാറ്റ് ഷീ മൈറ്റ് ഫെയിൽ, അതായത് അവൾ തോറ്റേക്കാമെന്ന് അവൾ ഭയപ്പെട്ടു. ഇവിടെ നമുക്ക് മേ വെക്കാൻ പറ്റില്ല, ഇവിടെ മൈറ്റ് ആണ് വെക്കേണ്ടത്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് ഐ ആം ഹാപ്പി ദാറ്റ് യു കെയിം എന്ന് പറഞ്ഞു. അവിടെ ഐ ആം ഹാപ്പി കഴിഞ്ഞ് നീ വരുമെന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണെങ്കിൽ ഐ ആം ഹാപ്പി ദാറ്റ് യു വിൽ കം എന്നാണ് പറയേണ്ടത്. ഇനി നീ വരുമെന്നതിൽ ഞാൻ സന്തോഷിച്ചു എന്നാണ് പറയുന്നതെങ്കിലോ ഐ വാസ് ഹാപ്പി ദാറ്റ് യു വുഡ് കം. അപ്പോൾ വിൽ എന്നുള്ളത് വുഡ് ആക്കണം. അതുപോലെ മേ, മൈറ്റ്, ക്യാൻ, കുഡ് അങ്ങനെയൊക്കെ വെക്കുക. കാരണം നമ്മൾ ഈ അഡ്ജക്റ്റീവ് വെക്കുന്ന സമയത്ത് പ്രസൻറ്റ് ടെൻസിൽ ഏത് ടെൻസ് വേണമെങ്കിലും അപ്പുറത്ത് വെക്കാം. പക്ഷേ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഈ ഓക്സിലറി വെർബ്സിനെ പാസ്റ്റ് ആക്കി പറയണം. ഇതുപോലെ വിൽ എന്നുള്ളത് വുഡ് ആക്കുക, മേ എന്നുള്ളത് മൈറ്റ് ആക്കുക, അതുപോലെ ക്യാൻ എന്നുള്ളത് കുഡ് ആക്കുക. അങ്ങനെ നമ്മൾ പറയണം. അങ്ങനെയാണ് പറയേണ്ടത്. വി വേർ സർപ്രൈസ്ഡ്, ഞങ്ങൾ സർപ്രൈസ്ഡ് ആയിരുന്നു. ദാറ്റ് ഹി ഡിഡിൻറ്റ് കോൾ, അവൻ വിളിക്കാത്തത് ഞങ്ങളെ സർപ്രൈസ്ഡ് ആക്കി. വി വേർ സർപ്രൈസ്ഡ് ദാറ്റ് ഹി ഡിഡിൻറ്റ് കോൾ. ഇനി അടുത്തത് നമ്മളൊരു കാര്യത്തെ ഊന്നിപ്പറയൽ. അതായത് ആ ഒരാളെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എടുത്ത് പറയുക. ഉദാഹരണത്തിന് ആ പെൺകുട്ടിയാണ് മത്സരത്തിൽ ജയിച്ചത് അങ്ങനെ നമ്മൾ പറയില്ലേ, അവിടെയും നമുക്ക് ദാറ്റ് വെക്കാം.
ഇവിടെ ശ്രദ്ധിക്കാം, ദാറ്റ് ഈസ് ദ ഗേൾ ഹൂ വൺ ദ കോമ്പറ്റീഷൻ. അപ്പോൾ ആ പെൺകുട്ടിയാണ് എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ദാറ്റ് ഈസ് ദ ഗേൾ. പിന്നെ ആ ഗേളിനെ വിശേഷിപ്പിക്കാനാണ്, ആ ഗേൾ ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ഹൂ എന്ന് തന്നെ വെക്കാം. ഹൂ വൺ ദ കോമ്പറ്റീഷൻ, ദാറ്റ് ഈസ് ദ ഗേൾ ഹൂ വൺ ദ കോമ്പറ്റീഷൻ. അപ്പോൾ ഈ ഹൂ എന്നുള്ളത്, അത് ഹൂ, വാട്ട്, വേർ, അതൊക്കെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇവിടെ ദാറ്റിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത്. ആ പെൺകുട്ടിയാണ് മത്സരത്തിൽ ജയിച്ചത്. ദാറ്റ് ഈസ് ദ ഗേൾ ഹൂ വൺ ദ കോമ്പറ്റീഷൻ. ഇനി അടുത്തത്, ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ നിമിഷമായിരുന്നു ഞാൻ ഒരിക്കലും മറക്കാത്തത്. അപ്പോൾ ആ നിമിഷമായിരുന്നു എന്നുള്ളതിന് ദാറ്റ് വാസ് ദ മൊമെൻറ്റ്. അത് കഴിഞ്ഞ് ഐ വിൽ നെവർ ഫോർഗെറ്റ്, ഞാൻ ഒരിക്കലും മറക്കില്ല. ദാറ്റ് വാസ് ദ മൊമെൻറ്റ് ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഇനി ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ ഐ വിൽ നെവർ ഫോർഗെറ്റ്, അവിടെ ഫ്യൂച്ചറിൽ, അതായത് ഇനി ഒരിക്കലും, ഫ്യൂച്ചർ ആയാലും ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അവിടെ ഫ്യൂച്ചർ വെച്ചത്. ഐ വിൽ നെവർ ഫോർഗെറ്റ്, ഞാൻ ഒരിക്കലും മറക്കില്ല. ആ നിമിഷമായിരുന്നു ഞാൻ ഒരിക്കലും മറക്കാത്തത്. ദാറ്റ് വാസ് ദ മൊമെൻറ്റ് ഐ വിൽ നെവർ ഫോർഗെറ്റ്. അതാണ് ഞാൻ പറയാനിരുന്നത് എന്ന് പറയാൻ അതാണ് എന്നുള്ളതിന് ദാറ്റ് ഇസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇനി ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറയാനോ വാട്ട്, ആ ദാറ്റ് ഇസ് എന്നുള്ളത് എന്താണ് ഐ വോണ്ടഡ് ടു സേ, ഞാൻ പറയാൻ ആഗ്രഹിച്ചു. എന്താണ് ആഗ്രഹിച്ചത്? അതാണ്. ദാറ്റ് ഇസ് വാട്ട് ഐ വോണ്ടഡ് ടു സേ. അപ്പോൾ ഈ വാട്ട്, ഹൂ, വേർ അതൊക്കെ പഠിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാനിവിടെ ദാറ്റ് അവിടെയും വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, ഈ 3 എക്സാമ്പിൾ ഞാൻ അവിടെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ദാറ്റ് എന്നുള്ളത് ഇതുപോലെ ഈ ഹൂ, വാട്ട് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ വെച്ചില്ലേ, അതേപോലെ നമുക്ക് ദാറ്റ് വെക്കാൻ പറ്റും. ഈ ദാറ്റ് വെക്കുമ്പോൾ ഈ ഹൂ, വാട്ട്, വിച്ച്, ഹൂം അങ്ങനെയുള്ളതൊക്കെ അതിന് പകരമായിട്ട് നമുക്കവിടെ ദാറ്റ് വെച്ചാൽ മതിയാവും. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏതാണ്, ഹൂ വെക്കണോ, വാട്ട് വെക്കണോ, അല്ലെങ്കിൽ ഹൂം വെക്കണോ, അങ്ങനെ നമുക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ ദാറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കറക്റ്റാണ്. കാരണം ഇവിടെ എക്സാമ്പിൾ ശ്രദ്ധിക്കൂ, ഞാൻ വാങ്ങിയ പുസ്തകം രസകരമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കാം. ദ ബുക്ക്, അതായത് ആ ബുക്ക് ദാറ്റ് ഐ ബോട്ട്, അതായത് ഞാൻ വാങ്ങിയ പുസ്തകം ഈസ് ഇൻട്രസ്റ്റിംഗ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വാങ്ങിയ പുസ്തകം എന്ന് പറയാൻ ദ ബുക്ക് ദാറ്റ് ഐ ബോട്ട്, ആ ബുക്ക്, പിന്നെ ആ ബുക്കാണ്. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ബുക്ക് വളരെ രസകരമാണ്. പക്ഷെ ഞാൻ വാങ്ങിയ എന്ന് കൂടെ അവിടെ പറയണം. അപ്പോൾ ദ ബുക്ക് ദാറ്റ് ഐ ബോട്ട് ഇസ് ഇൻട്രസ്റ്റിംഗ്. ദ ബുക്ക് ദാറ്റ് ഐ ബോട്ട് ഇസ് ഇൻട്രസ്റ്റിംഗ്. അടുത്തത്, എന്നെ സഹായിച്ച ആ ബോയ് എൻ്റെ സ്റ്റുഡൻ്റാണ്, അങ്ങനെ പറയാൻ. അപ്പോൾ ആ ബോയിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക? ദ ബോയ് എന്താണ് ആ ബോയിനെ വിശേഷിപ്പിക്കുന്നത്? എന്നെ സഹായിച്ചു അല്ലേ? അപ്പോൾ ദ ബോയ് ദാറ്റ് ഹെൽപ്ഡ് മീ, എന്നെ സഹായിച്ച ആ ബോയ്. ദ ബോയ് ദാറ്റ് ഹെൽപ്ഡ് മീ, എന്നെ സഹായിച്ച ആ ബോയ് എൻ്റെ സ്റ്റുഡൻ്റാണ്, ഇസ് മൈ സ്റ്റുഡൻറ്റ്. ദ ബോയ് ദാറ്റ് ഹെൽപ്ഡ് മീ ഇസ് മൈ സ്റ്റുഡൻറ്റ്. ഇനി അവൾ പറഞ്ഞ കഥ അത്ഭുതമായിരുന്നു, എങ്ങനെ പറയും? അവൾ പറഞ്ഞ കഥ. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് ആദ്യം വെക്കാൻ എടുക്കേണ്ടത്? ഏതാണ്? സ്റ്റോറി അല്ലേ, കഥ. ദ സ്റ്റോറി, ആ സ്റ്റോറിക്കുള്ള പ്രത്യേകത എന്താ? അവൾ പറഞ്ഞ കഥ. അപ്പോൾ ദ സ്റ്റോറി ദാറ്റ് ഷീ ടോൾഡ്, അത്ഭുതകരമായിരുന്നു, വാസ് അമേസിങ്. ദ സ്റ്റോറി ദാറ്റ് ഷീ ടോൾഡ് വാസ് അമേസിങ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഒരു നൗണിന് ശേഷം ദാറ്റ് എങ്ങനെ വെക്കുന്നു എന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നൗൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, കഠിന പരിശ്രമം വിജയത്തിലേക്ക് നയിക്കുന്നു എന്ന വിശ്വാസം. അപ്പോൾ ഇവിടെ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ വിശ്വാസം എന്നുള്ളത് എടുക്കുക അതിലെ. അപ്പോൾ ദ ബിലീഫ് എന്നുള്ളത് എടുത്തു. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഹാർഡ് വർക്ക്, അതായത് കഠിന പരിശ്രമം വിജയത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം? ഹാർഡ് വർക്ക് ലെഡ്സ് ടു സക്സസ്. അപ്പോൾ ഹാർഡ് വർക്ക് ലെഡ്സ് ടു സക്സസ് എന്നുള്ള വിശ്വാസം. അപ്പോൾ ദ ബിലീഫ് എന്ന വിശ്വാസം എന്നുള്ളതിനാണ് അവിടെ ദാറ്റ് വെക്കുന്നത്. ദ ബിലീഫ് ദാറ്റ് ഹാർഡ് വർക്ക് ലെഡ്സ് ടു സക്സസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതായത് ഹാർഡ് വർക്ക് സക്സസ്സിലേക്ക് നയിക്കുന്നു എന്നുള്ള വിശ്വാസം. ദ ബിലീഫ് ദാറ്റ് ഹാർഡ് വർക്ക് ലെഡ്സ് ടു സക്സസ് എന്താണ്? സത്യമാണ്, ഇസ് ട്രൂ. ദ ബിലീഫ് ദാറ്റ് ഹാർഡ് വർക്ക് ലെഡ്സ് ടു സക്സസ് ഇസ് ട്രൂ. അടുത്തത്, അവൾ രാജിവെക്കും എന്ന തീരുമാനം. അവൾ രാജിവെക്കും എന്ന തീരുമാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അപ്പോൾ എങ്ങനെ പറയും? അപ്പോൾ തീരുമാനമാണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ഹെർ ഡിസിഷൻ എന്നത് എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താ? അവൾ രാജിവെക്കുമെന്ന തീരുമാനം. അപ്പോൾ ഹെർ ഡിസിഷൻ, അവളുടെ തീരുമാനം എന്താണെന്നാണ് പിന്നെ ദാറ്റ് വെച്ച് പറയേണ്ടത്. ഹെർ ഡിസിഷൻ ദാറ്റ് ഷീ വുഡ് റിസൈൻ. അപ്പോൾ ഹെർ ഡിസിഷൻ ദാറ്റ് ഷീ വുഡ് റിസൈൻ. സർപ്രൈസ്ഡ് എവരി വൺ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. സർപ്രൈസ്ഡ് എവരി വൺ. ഹെർ ഡിസിഷൻ ദാറ്റ് ഷീ വുഡ് റിസൈൻ സർപ്രൈസ്ഡ് എവരി വൺ.
അപ്പോൾ ഹെർ ഡിസിഷൻ സർപ്രൈസ്ഡ് എവരി വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ തീരുമാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്നാണ്. അപ്പോൾ അവളുടെ തീരുമാനം എന്താണെന്ന് കൂടിയാണ് അവിടെ പറയുന്നത്. എന്താണെന്ന് കൂടെ നമുക്ക് ആ സെൻറ്റൻസിൽ തന്നെ പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ദാറ്റ് ഉപയോഗിക്കുന്നത്. ഹെർ ഡിസിഷൻ ദാറ്റ് ഷീ വുഡ് റിസൈൻ സർപ്രൈസ്ഡ് എവരി വൺ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. മണി ഹാപ്പിനെസ് നൽകുന്നു എന്ന ആശയം തെറ്റാണ്. അത് പറയാനോ? അപ്പോൾ ഇവിടെ ആശയം എന്നുള്ളതിന് ദ ഐഡിയ പിന്നെ എന്ത് ഐഡിയ ആണ്? ആ ഐഡിയ എന്താണെന്നാണ് ദാറ്റ് വെച്ച് പറയേണ്ടത്. ദ ഐഡിയ ദാറ്റ് മണി ബ്രിങ്സ് ഹാപ്പിനെസ്. ദ ഐഡിയ ദാറ്റ് മണി ബ്രിങ്സ് ഹാപ്പിനെസ് തെറ്റാണ്. ഇസ് റോങ്. ദ ഐഡിയ ഇസ് റോങ്. ആ ആശയം തെറ്റാണ്. എന്താണ് ആശയം എന്നുള്ളത് കൂടെ ദാറ്റ് വെച്ച് പറയാം. ദ ഐഡിയ ദാറ്റ് മണി ബ്രിങ്സ് ഹാപ്പിനെസ് ഇസ് റോങ്. അത്രയേ ഉള്ളൂ. ഇനി ഒരു സെൻറ്റൻസ് കൂടെ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ കൂടെ പറയാം. കാരണം അത് നമ്മൾ അത്ര യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ സോ ബിക്കോസ് ഇത് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ദാറ്റ് ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, അത് നമ്മൾ സ്റ്റോറി വായിക്കുമ്പോഴും ഈ ഇംഗ്ലീഷ് നോവലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും വായിക്കുമ്പോഴൊക്കെ ഈ ദാറ്റ് വരാറുണ്ട്. ഈ സോ ബിക്കോസ് അതിന് പകരം. അതറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഐ ലെഫ്റ്റ് ഏർലി ദാറ്റ് ഐ കുഡ് ക്യാച്ച് ദ ബസ്. ഇവിടെ ശ്രദ്ധിച്ചോ, ഐ ലെഫ്റ്റ് ഏർലി, ഞാൻ നേരത്തെ പുറപ്പെട്ടു. അവിടെ നേരത്തെ പുറപ്പെട്ടത് എന്തിനാണെന്നാണ് പിന്നെ പറയുന്നത്. ദാറ്റ് ഐ കുഡ് ക്യാച്ച് ദ ബസ്, എനിക്ക് ബസ് കിട്ടാനായിട്ട് ഞാൻ നേരത്തെ പുറപ്പെട്ടു. ഇവിടെ നമ്മൾ ഐ കുഡ് ക്യാച്ച് ദ ബസ്, എനിക്ക് ബസ് കിട്ടി ബിക്കോസ് ഐ ലെഫ്റ്റ് ഏർലി, കാരണം ഞാൻ നേരത്തെ പുറപ്പെട്ടു. എനിക്ക് ബസ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു കാരണം ബിക്കോസ് ഐ ലെഫ്റ്റ് ഏർലി, ഞാൻ നേരത്തെ പുറപ്പെട്ടു. ഇത് സോ വെച്ചിട്ടും പറയാം. ഐ ലെഫ്റ്റ് ഏർലി, ഞാൻ നേരത്തെ പുറപ്പെട്ടു. സോ അതുകൊണ്ട് ഐ കുഡ് ക്യാച്ച് ദ ബസ്, എനിക്ക് ബസ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് ദാറ്റ് വെച്ച് പറയുന്നത്. ഐ ലെഫ്റ്റ് ഏർലി ദാറ്റ് ഐ കുഡ് ക്യാച്ച് ദ ബസ്. ഇങ്ങനെയും പറയാം. പക്ഷേ നമ്മളതിനെ സംസാരിക്കുമ്പോൾ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറില്ല. എങ്കിലും ഉപയോഗിച്ചാലും തെറ്റില്ല. അപ്പോൾ ദാറ്റ് എന്ന കണക്ടറെ കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇംഗ്ലീഷ് സെൻറ്റൻസ് മാത്രമേ പറയുന്നുള്ളൂ, മലയാളം സെൻറ്റൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ പ്രാക്ടീസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഐ തിങ്ക് ദാറ്റ് he is right. I think that he is right. She knows that I am busy. She knows that I am busy. We heard that you got the job. We heard that you got the job. He said that he would come tomorrow. He said that he would come tomorrow. They believe that truth always wins. They believe that truth always wins. I am sure that he will call you. I am sure that he will call you. She is happy that her exams are over. She is happy that her exams are over. The news that he passed was great. The news that he passed was great. I was afraid that I would miss the train. I was afraid that I would miss the train. The belief that everything happens for a reason is common. The belief that everything happens for a reason is common. The book that I lost was expensive. The book that I lost was expensive. The girl that sang the song is my cousin. The girl that sang the song is my cousin. That is the answer I was looking for. That is the answer I was looking for. He didn't tell me that he was sick. He didn't tell me that he was sick. She told me that her parents were coming. She told me that her parents were coming. We decided that we would leave early. We decided that we would leave early. The idea that he can do anything alone is wrong. The idea that he can do anything alone is wrong. He left early that he could avoid the traffic. He left early that he could avoid the traffic. I noticed that she was crying. I noticed that she was crying. She forgot that today was my birthday. She forgot that today was my birthday. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് കഴിഞ്ഞു. ഇനി അടുത്തത് റിവിഷനാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ സെൻറ്റൻസും നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ടു, ബൈ ദ ടൈം, ആഫ്റ്റർ, ബിഫോർ, വെൻ, വൈൽ, ഫോർ, സിൻസ്, ഇഫ്, ഇതൊക്കെ പഠിച്ചു അല്ലേ? അതൊക്കെ വെച്ചിട്ടുള്ള സെൻറ്റൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ടു വെച്ച് നോക്കാം. I called her to invite her to the function. I called her to invite her to the function. ഇനി ബൈ വെച്ച് നോക്കാം.
I will finish the work by 6 p.m. I will finish the work by 6 p.m. ഇനി by the time. By the time I reached, they had left. By the time I reached, they had left. ഇനി after. After dinner, we watched a movie. After dinner, we watched a movie. Before. Before going to bed, I prayed. Before going to bed, I prayed. ഇനി when. When I opened the door, it was raining. When I opened the door, it was raining. While. While walking, I saw an old friend. While walking, I saw an old friend. Since. I have been working since morning. I have been working since morning. For. We waited for 2 hours. We waited for 2 hours. If. If you work hard, you will succeed. If you work hard, you will succeed. അപ്പോൾ റിവിഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച എല്ലാ സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് നമുക്ക് മേക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കത് പറഞ്ഞു നോക്കാം. Yesterday was a special day. By the time I woke up, my mom had prepared my favorite breakfast. Yesterday was a special day. By the time I woke up, my mom had prepared my favorite breakfast. I wanted to surprise my uncle who was coming from Chennai. Since he hadn't visited us for a long time, I was excited. Since he hadn't visited us for a long time, I was excited. ഇവിടെ സിൻസ് എന്നുള്ളത് കാരണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ സിൻസ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് പറയുമ്പോൾ മനസ്സിലാവും. Since he hadn't visited us for a long time, I was excited. After getting ready, I went to the station. After getting ready, I went to the station. Before I reached, he had already arrived. Before I reached, he had already arrived. While I was walking toward him, he smiled. While I was walking toward him, he smiled. When we reached home, everyone was waiting for him. When we reached home, everyone was waiting for him. I was happy that our family was together again. I was happy that our family was together again. I told my sister that we should make this day memorable. I told my sister that we should make this day memorable. If he comes again, I will plan something more special by next time. If he comes again, I will plan something more special by next time. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ തന്നെ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പാരഗ്രാഫ് ഉണ്ടാക്കിയതുപോലെ നിങ്ങളും പാരഗ്രാഫ് മേക്ക് ചെയ്യുക. എന്നിട്ട് അത് പറഞ്ഞു നോക്കണം. നിർബന്ധമായി ഇത് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വെറുതെ വീഡിയോ കണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ഇംഗ്ലീഷ് നമുക്ക് നന്നായി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ തന്നെ സംസാരിക്കണം. നമ്മൾ സംസാരിക്കാതിരുന്നിട്ട് ഇംഗ്ലീഷ് എനിക്കൊന്നും അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു പാരഗ്രാഫെങ്കിലും മേക്ക് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞു നോക്കുക. അത് നമ്മളെ വളരെയധികം കോൺഫിഡൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ ഏതൊക്കെ ടെൻസാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓർമ്മയിലെത്തും. പിന്നെ നമ്മുടെ ഈ റിവിഷനും കൂടി ആകുമ്പോൾ ലോങ് സെൻറ്റൻസ് ഉപയോഗിക്കാനുള്ളതൊക്കെ ഓർമ്മയിലെത്തും. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രാക്ടീസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.